മന്ന വീഡിയോയിലേക്ക് കൃത്യമായ സ്വാഗതം. ഇന്നൊരു പൊട്ടത്തരത്തിൻ്റെ കാര്യം പറഞ്ഞുതരാം. എന്താണെന്നറിയോ? പൊക്കം പൊക്കം നല്ലതാണ് മനുഷ്യർക്കൊക്കെ അല്ലേ, ജീവികൾക്ക്. പക്ഷേ ഫലവൃക്ഷങ്ങൾക്ക് പൊക്കം കൂടിപ്പോയാൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. കാരണം അതിൻ്റെ ഫലം പറിക്കാനായിട്ട് നല്ല പ്രയാസമുണ്ട്. ഞങ്ങൾക്ക് തെങ്ങൊക്കെ വലിയ തെങ്ങാണ്. ഇന്നലെ പഞ്ചായത്തിൽ നിന്ന് തെങ്ങിന് വളയിടാനും അതുപോലെ തന്നെ മരുന്ന് ഇടാനൊക്കെ ആയിട്ട് ആളെ വെച്ചായിരുന്നു. അന്നേരമാണ് കുറച്ച് തേങ്ങ പറിച്ച് കിട്ടുന്നത്. കാരണം അങ്ങനെ തേങ്ങ പൊക്കമുള്ള തെങ്ങെന്ന് പറിച്ചിട്ടപ്പോൾ രണ്ടുമൂന്നെണ്ണം പൊട്ടി വെള്ളം ഒഴുകിപ്പോയി എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ എൻ്റെ മേരിയോട് പറഞ്ഞു, മേരി അതൊന്ന് പൊതിച്ച് നോക്ക്, എന്താവുമെന്ന് അറിയാമല്ലോ. അത് പൊതിച്ചപ്പോഴത്തെ അവസ്ഥയാണ് കണ്ടോ, ഇതുപോലെ ചിഹ്നം ഭിന്നമായിട്ട് പൊട്ടിപ്പോയി. അപ്പോൾ അങ്ങനെ തേങ്ങ കളയാൻ പറ്റത്തില്ലല്ലോ. ഈ തേങ്ങ മുഴുവനും ഞാൻ കൊത്തിയെടുത്തു. ഈ ചിരട്ടയിൽ നിന്ന് കൊത്തിയെടുത്തിട്ട് തീരെ ചെറുതായിട്ട് അരിഞ്ഞു. കാണാമല്ലോ, തീരെ ചെറുതായിട്ട് അരിഞ്ഞു. ഇത്രയെങ്കിലും ചെറുതായിട്ട് അരിഞ്ഞു. ഇതിനെ ചിരണ്ടിയ തേങ്ങ പോലെ ആക്കിത്തരാം ഞാൻ. അപ്പോൾ നിങ്ങൾക്ക് തേങ്ങ പൊട്ടിപ്പോയതിനെ കുറിച്ച് വിഷമിക്കണ്ടല്ലോ. അതിനെന്ത് ചെയ്യണമെന്നറിയാമോ? നമ്മുടെ മിക്സിയുടെ ബൗൾ എടുക്കണം. മിക്സിയുടെ ബൗളിലോട്ട് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങ മുഴുവനായിട്ടും ട്രാൻസ്ഫർ ചെയ്യണം. ഇത് ട്രാൻസ്ഫർ ചെയ്തിട്ട് ഇത് 2 പ്രാവശ്യം ഒന്ന് ട്രക്കെന്ന് പുറകോട്ടും 2 പ്രാവശ്യം അല്ലെങ്കിൽ ഒന്ന് മുമ്പോട്ടും അടിച്ചു കഴിഞ്ഞാൽ ചിരകിയ തേങ്ങ എങ്ങനെ ഇരിക്കുന്നു അതുപോലെ ഇരിക്കും. ശരി, ഇതൊന്ന് അടിച്ചുകൊണ്ട് വരണേ. ഇത് അടിച്ചു കഴിഞ്ഞ് ഞാൻ നിങ്ങളെ കാണിക്കാം എങ്ങനെയാണ് കിട്ടുന്നതെന്ന്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു കുഞ്ഞു കാര്യം ബുദ്ധിമുട്ടായെന്ന് വിചാരിച്ച് പ്രയാസപ്പെടാനില്ല. അതിനെ അടുത്ത പോംവഴി നമ്മൾ കണ്ടുപിടിക്കണം. അങ്ങനെ ഒരു പോംവഴിയാണിത്. മേരി അടിച്ചു കഴിഞ്ഞെങ്കിൽ ഇനി തന്നേരെ. അത് നല്ല ചിരകിയ തേങ്ങ എങ്ങനെ ഇരിക്കുമോ അതുപോലെ ഇരിക്കും. വേണ്ടോ? ഇപ്പം കാണിച്ചു തരാം. നമ്മൾ തേങ്ങ എങ്ങനെ ചിരകിയെടുത്തോ അതുപോലെ തന്നെ ഇരിക്കും. നോക്കിക്കേ, ഇത് പൊട്ടിപ്പോയ തേങ്ങയാണോ മുറിഞ്ഞുപോയ തേങ്ങയാണോ ഒരു പ്രശ്നവുമില്ല. നല്ല സൂപ്പറായിട്ട് ചിരകിയെടുത്ത പോലെ തന്നെ ഇരിക്കും. അപ്പോൾ ഇതൊരു ടിപ്പാണ്. തേങ്ങ പൊട്ടിപ്പോയെന്ന് ഓർത്ത് വിഷമിക്കാതെ ഇതുപോലെ മിക്സിയിൽ നിന്നിട്ട് എടുക്കണം. ഇത് നിങ്ങൾക്ക് ഉപകാരമായിരിക്കും. വേറെ ഒരു കാര്യം കൂടെ പറയാം. ഇത് ഇങ്ങനെ ചിലർക്ക് തേങ്ങ ചിരകാൻ ബുദ്ധിമുട്ടുള്ളവർ തല്ലിപ്പൊട്ടിച്ച് ഇതുപോലെ ഇട്ടാലും തിരകിയ പോലെ ആയിക്കിടും. ചിലർക്ക് തേങ്ങ ചിരകുന്ന അത്ര ഇഷ്ടമില്ല. പക്ഷേ ഇത് ഇച്ചിരി ഈസിയാണ്. ഇത് നിങ്ങൾക്ക് നല്ല ഉപകാരമായിരിക്കും.